നമസ്കാരം. ചില കലാകാരന്മാർ, പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ചില സിനിമാ താരങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പേക്കൂത്തുകൾ ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട നടനാണ് വിനായകൻ. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പല അശ്ലീല പരാമർശങ്ങളും ചേഷ്ടകളുമൊക്കെ നവമാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വാർത്തയാകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇത് സ്ഥിരം ഒരു പരിപാടി ആയതുകൊണ്ട് പല ആളുകളും പൊതുസമൂഹം ഇതിനെ അങ്ങ് വിട്ടുകളയുകയായിരുന്നു. എന്തായാലും തങ്ങളുടെ സംഘടനയിൽ അംഗമായതുകൊണ്ട് തന്നെ AMMA എന്ന താരസംഘടന വിനായകൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ ഒരു ചെറിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു. എന്തായാലും വിവാദ പരാമർശങ്ങളിൽ ഒക്കെ, കാരണം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വരെ മോശമായ രീതിയിൽ ജാതി അധിക്ഷേപവും അതേപോലെ തന്നെ ലൈംഗികമായുള്ള ചില പരാമർശങ്ങളുമൊക്കെ നടത്തുന്ന വിനായകൻ്റെ ഈ നിലപാടിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ AMMA. കാരണം ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി AMMAയുടെ തലപ്പത്തേക്ക് വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഞരമ്പ് രോഗികളെ നിരക്കി നിർത്തേണ്ട ഒരു ചുമതല AMMA എന്ന സംഘടനയ്ക്കുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ, യേശുദാസ്, മഹാനായ ഗായകനായിട്ടുള്ള യേശുദാസ്, മഹാനായ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ, അതേപോലെ തന്നെ വിവിധ ആളുകൾക്കെതിരെ ഇയാൾ നടത്തിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള പരാമർശം വലിയ തോതിൽ ഒരു അതൃപ്തി അമ്മയ്ക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. താരങ്ങൾക്കിടയിൽ തന്നെ ഈ വിനായകൻ്റെ ഈ ഒരു പേക്കൂത്തിന് വളം വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായ സമന്വയം ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയ ഭരണ സമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് വിനായകനെതിരെ വലിയ തോതിലുള്ള ഒരു പടയൊരുക്കം താരസംഘടനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായത്. ആ അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും വിനായകനെതിരെ, ഭൂരിഭാഗവും എന്നല്ല, എല്ലാ അംഗങ്ങളും വിനായകനെതിരെ ഒരേ സ്വരത്തിലാണ് വലിയ വിമർശനം ഉയർത്തിയത്. അതൃപ്തി, വിനായകൻ്റെ പ്രവൃത്തികൾ വലിയ തോതിൽ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്നു എന്ന തരത്തിലേക്കുള്ള അതൃപ്തി രേഖപ്പെടുത്തിയത്. യേശുദാസിനെതിരായ പോസ്റ്റിലെ അസഭ്യ പ്രയോഗങ്ങൾക്കെതിരെ നിരവധി പേർ പ്രതികരിച്ചപ്പോൾ വിനായകൻ മറ്റൊരു പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു. ശരീരത്തിൽ ഒന്നും അസഭ്യമായില്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ എന്നാണ് വിനായകൻ്റെ ഒരു ചോദ്യം. എന്തായാലും സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശങ്ങളെയും വിനായകൻ വിമർശിച്ചിരുന്നു. ഇതിനെതിരെ ഗായകൻ G വേണുഗോപാലും ഗായകരുടെ സംഘടനയുമെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വളരെ തുടർച്ചയായ രീതിയിൽ അശ്ലീല അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടെന്ന പരാതിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി സൈബർ പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഫേസ്ബുക്കിൽ കവിത എഴുതിയതാണ് എന്ന വിശദീകരണമാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും കേസെടുക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ടും കൃത്യമായൊരു പരാതി ഇയാൾക്കെതിരെ ലഭ്യമായിട്ടില്ല എന്നതുകൊണ്ടും വിട്ടയക്കുകയായിരുന്നു. 1.5 മണിക്കൂറാണ് ഇയാളെ വളരെ വിശദമായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഇയാളുടെ അടിച്ച് ലെക്കുകെട്ട്, അല്ലെങ്കിൽ എന്ത് ലഹരി എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഇയാൾ വസ്ത്രാക്ഷേപം ഒക്കെ നടത്തുന്ന തരത്തിലേക്ക് ഇയാൾ ഉടുത്തിരുന്ന തുണി അഴിച്ച് ഇങ്ങനെ കാണിക്കുന്ന ഒക്കെ രംഗങ്ങളൊക്കെ വലിയ തോതിൽ വിവാദമായിരുന്നു. സ്വാഭാവികമായും ഇയാളെ നിലയ്ക്ക് നിർത്തേണ്ട, അല്ലെങ്കിൽ ഇയാളെ പോലെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്തേണ്ട ചുമതല ഇയാളെ പേറുന്ന സംഘടന എന്ന രീതിയിൽ AMMAയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇയാൾക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ ഇയാൾക്കെതിരെ വലിയ തോതിലുള്ള ഒരു അതൃപ്തി അവർ എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ സംഘടനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഇയാളുടെ പ്രവർത്തികൾ ഇയാളോട് നിർത്താൻ ആവശ്യപ്പെടാൻ AMMA ആർജവം കാണിക്കണം. സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട ആളുകളെ പറ്റിയും അവരുടെ കുടുംബാംഗങ്ങളെ പറ്റിയും ഒക്കെ മോശമായ രീതിയിൽ, വളരെ മോശമായി, പെൺകുട്ടികളെയും സ്ത്രീകളെയും കുറിച്ചൊക്കെ വളരെ വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടുന്ന ഇയാൾ ഒരു സ്റ്റാർഡത്തിലേക്കൊന്നും എത്താൻ മലയാളത്തിലായതുകൊണ്ട് സ്വാഭാവികമായും സാധ്യതയില്ല. എന്തായാലും ഇയാൾ കാണിക്കുന്ന സംസ്കാരം അത് വളരെ മോശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വനിതകൾ ഉൾപ്പെടെയുള്ള ഭരണസമിതി നേതൃത്വം നൽകുന്ന AMMA എന്ന താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രേഖപ്പെടുത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു പോസ്റ്റുമായി വിനായകൻ എത്തുമോ എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വിനായകൻ എന്ന ഒരു പേരിനെ വലിയ തോതിൽ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലൊരു ലൈംലൈറ്റിലേക്ക് എത്തി നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളാണ് ഇത് എന്ന് കണ്ടാണ് പൊതുസമൂഹം ഇതൊക്കെ വളരെ അവജ്ഞയോട് കൂടി തള്ളുന്നത്.